വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. കഴിഞ്ഞ ദിവസം അറ്റൻഡർ ഗ്രേഡ് 2 145/2025 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറ്റൻഡർ ഗ്രേഡ് 2 തന്നെയാണ്, 135/2025. ഇതിലും 80 GK-യും അതുപോലെ തന്നെ 20 മാത്സുമാണ്. അപ്പൊ ആ GK-യിലുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് പരമാവധി അനുബന്ധ വിവരങ്ങൾ അടക്കം പഠിച്ചു പോവാം. അപ്പൊ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഓപ്ഷനുകളിൽ നിന്ന് എന്തൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്യാനും കുറച്ചും കൂടെ നമുക്കൊരു കോൺഫിഡൻസ് കൂട്ടാനും ഒക്കെ ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തത് ഏത് എന്നാണ് കേട്ടോ. അപ്പൊ ഇതില് മത്സ്യ ഇനത്തിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ചെമ്മീനാണ്. ചെമ്മീനെ നമ്മൾ എന്ത് പറയില്ല, മത്സ്യം എന്നുള്ള രീതിയിലല്ല കണക്കാക്കണേ. ജന്തുലോകത്തിലെ ഏറ്റവും വലിയ ഫൈലമായ ആർത്രോപോഡയുടെ ഉദാഹരണമാണ് ചെമ്മീൻ. ജന്തുലോകത്തിലെ ഏറ്റവും വലിയ ഫൈലം, ജന്തുലോകത്തിലെ ഏറ്റവും വലിയ ഫൈലമായ എന്തിന്റെ? ആർത്രോപോഡ. എന്താണ്? ആർത്രോപോഡ. ആർത്രോപോഡ അതിന്റെ ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത്? ചെമ്മീൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് തരുണാസ്തി. ഒറ്റ തരുണാസ്തി മാത്രമുള്ള മത്സ്യമാണ് ഇതിൽ പറയണ തിരണ്ടി. തിരണ്ടി എന്ന് പറയുന്ന മത്സ്യമില്ലേ, അതിനൊരു തരുണാസ്തി മാത്രമേ ഉള്ളൂ. ഇനി മത്സ്യ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിപ്ലവം എന്താണ്? ബ്ലൂ റവല്യൂഷൻ അഥവാ നീല വിപ്ലവമാണ് അല്ലെ, മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിട്ട്. ഇനി നമ്മൾ മത്സ്യ എണ്ണകളൊക്കെ കഴിക്കാറില്ലേ മക്കളെ? ആ മത്സ്യ എണ്ണകളിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതൊക്കെയാണ്? വൈറ്റമിൻ എയും അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുമാണ് എന്ന് ഓർത്തു വെക്കുക. ഇനി അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് മിസ് കേരള എന്നത്. എന്താണ് മിസ് കേരള എന്ന് ചോദിച്ചിട്ടുണ്ട്. മിസ് കേരള എന്ന് പറയുന്നത് കേരളത്തിൽ കാണപ്പെടുന്ന ഒരിനം ശുദ്ധജല മത്സ്യത്തിന്റെ പേരാണ്. അപ്പൊ കേരളത്തിൽ കാണപ്പെടുന്ന ഒരിനം ശുദ്ധജല മത്സ്യത്തിന് ഉദാഹരണമാണ് എന്ത്? മിസ് കേരള എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അടുത്തത്, ലോകത്തെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈനയാണ്. ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം മാത്രല്ല, വിജയകരമായി പരീക്ഷിക്കുക കൂടെ, വിജയകരമായി എന്നും കൂടി, അത് വിജയകരമായി എന്നും കൂടി നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത്, ഇതിന്റെ പേര് ടിനിയൻ 05 എന്നാണ്. എന്താണ് ആ ഉപഗ്രഹത്തിന്റെ പേര്? ടിനിയൻ 05 എന്നാണ്. ടിനിയൻ 05 ഇത് വിക്ഷേപിച്ചത് 2020 നവംബർ 6-നാണ്. 2020 നവംബർ 6-നാണ് എന്നും കൂടി ഓർത്തു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. അപ്പോ അടുത്തത്, അത് നമുക്ക് എന്താ പറയാ, ഇതിനെ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ പെടുത്താൻ പറ്റും, CA-യിൽ പെടുന്നതാണിത്. ഇനി അടുത്തത്, ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായിട്ടുള്ള പ്രതിഭാസത്തിന് വിളിക്കുന്ന പേര് എന്താണ്? ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? വിസരണമാണ്. അതുപോലെ തന്നെ ആകാശത്തിന്റെ നീല നിറം പോലെ തന്നെ സമുദ്രജലം അല്ലെ, സമുദ്രജലം നീല നിറമുള്ളതായി കാണുന്നതിനുള്ള പ്രതിഭാസവും ഏത് തന്നെയാണ്? അത് ആ പ്രതിഭാസത്തിന്റെ പേരും എന്ത് വിസരണം എന്ന് തന്നെയാണ്. ഇനി അടുത്ത കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം? അപ്പൊ താഴെ പറയുന്നവയിൽ ശരിയായവ, ഇത്തരം ക്വസ്റ്റ്യൻ വരുമ്പോ ആദ്യം തന്നെ ആ ചോദ്യം എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ആദ്യത്തെ ഓപ്ഷൻ ഏതാണ് പറയുന്നത്? അർജന്റീന 3-മതും കപ്പ് നേടി എന്നുള്ളതാണ്. അപ്പോ ഒന്നാമത്തെ ഉത്തരം ശരിയാണ്. അർജന്റീന 3-മതും കപ്പ് നേടി. അടുത്തത്, പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയി ലയണൽ മെസ്സി തെരഞ്ഞെടുക്കപ്പെട്ടു. അതും ശരി തന്നെയാണ്. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയി, ടൂർണമെന്റിന്റെ താരം ലയണൽ മെസ്സിയാണ്. ലയണൽ മെസ്സി എവിടുത്തുകാരനാണ്? അർജന്റീന അല്ലെ, അർജന്റീനക്കാരനായ ലയണൽ മെസ്സി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇനി അടുത്തത്, ബ്രസീൽ 2-ാം സ്ഥാനം കരസ്ഥമാക്കി. തെറ്റാണ്. കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി. ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ്? കിലിയൻ എംബാപ്പെ ആണ്. അപ്പൊ കിലിയൻ എംബാപ്പെ, ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി എന്നുള്ളത് അതും ശരിയായിട്ടുള്ള ഉത്തരമാണ്.
അപ്പോ ഇതിൽ നമ്മൾ ഓർക്കേണ്ടത് റണ്ണറപ്പ് ആയത് ആരാണ്? ഫ്രാൻസ് ആണ് എന്ന് ഓർക്കുക. ആരാണ് റണ്ണറപ്പ് ആയത്? ഫ്രാൻസ് ആണ്. ഇനി എവിടെയായിരുന്നു വേദി? 2022 വേദി എവിടെയായിരുന്നു? ഖത്തർ ആയിരുന്നു വേദി എന്ന് ഓർത്തോളോ. എവിടെയായിരുന്നു വേദി? ഖത്തർ ആണ്. ഇനി കേരളത്തിലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ചുള്ള പഠനം നടത്തുന്ന ഏജൻസിക്ക് വിളിക്കുന്ന പേര് എന്താണ്? അനർട്ട് എന്നാണ്. ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ആൻഡ് റിസർച്ച് ആൻഡ് ടെക്നോളജി. എനർജി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ് അനർട്ടിന്റെ പൂർണ്ണ രൂപം. അതും കൂടെ ഓർത്തു വെക്കുക. 1986 എന്ത് രൂപീകൃതമായത്? അനർട്ട് രൂപീകൃതമായത് എന്ന് മനസ്സിലാക്കാട്ടോ. അനർട്ടിന്റെ കീഴിൽ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്നറിയോ നിങ്ങൾക്ക്? ഇടുക്കി ജില്ലയിലാണ് അനർട്ടിന്റെ കീഴിൽ ട്ടോ. 2ാം സ്ഥാനം എവിടെയാണ്? പാലക്കാടാണ്. ഇനി KSEBയുടെ ആദ്യത്തെ സോളാർ പ്ലാന്റ്, KSEBയുടെ ഓപ്ഷനിൽ വന്നിട്ടുണ്ട് അല്ലെ. KSEBയുടെ ആദ്യത്തെ സോളാർ പ്ലാന്റ് എവിടെയാണ്? കഞ്ചിക്കോടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. KSEBയുടെ ആദ്യത്തെ സോളാർ പ്ലാന്റ് കഞ്ചിക്കോടാണ്. അതുപോലെ KSEBയുടെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് എവിടെയാണ്? ബാണാസുര ഡാം അല്ലെ. എവിടെയത്? വയനാടാണ് അല്ലെ. നിർമ്മിച്ചത് ആരാണ്? KSEB ആണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നതിന് ഏത് മരത്തിന്റെ തടിയാണ് ഉപയോഗിക്കുന്നത്? ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ വില്ലോ മരം. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ എന്താണ്? വില്ലോ മരമാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതൊന്ന് നോക്കിക്കോളൂ. ഹോക്കിയിലെ ഈ ഹോക്കി സ്റ്റിക്ക് നിർമ്മിക്കാൻ നമ്മൾ മൾബറിയുടെ തടി ഉപയോഗിക്കുന്നു. ഹോക്കി സ്റ്റിക്കിന് മൾബറി തടിയും അതുപോലെ തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ആഞ്ഞിലി മരവുമാണ്. ചുണ്ടൻ വള്ളം നിർമ്മിക്കാൻ ആഞ്ഞിലി മരവും ഹോക്കി സ്റ്റിക്ക് നിർമ്മിക്കാൻ മൾബറിയുടെ മരവും അതുപോലെ തന്നെ ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ വില്ലോ മരവും ഉപയോഗിക്കുന്നു. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേളപ്പനെയാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. അതിൽ ഗാന്ധിയിൽ പെടുന്ന വേറൊരാളും കൂടി ഉണ്ട്, അതിർത്തി ഗാന്ധി. ഇവിടെ ഓപ്ഷനില് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. അപ്പൊ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. കേരള ഗാന്ധി കേളപ്പനാണ്. കുറേയധികം ഗാന്ധിമാരെ ഞാൻ നിങ്ങൾക്ക് ഗാന്ധിജിയുടെ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. ഗാന്ധിമാരെ കുറിച്ച് അറിയാത്ത കുട്ടികൾ പഠിച്ചോക്കണം കേട്ടോ. ഇനി അടുത്തത് ലോട്ടറി ആദ്യമായി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ലോട്ടറി എവിടെ ആരംഭിച്ചേ? കേരളത്തിലാണ് ലോട്ടറി ആദ്യമായിട്ട് ആരംഭിച്ചത്. ലോട്ടറി ആദ്യമായി ആരംഭിച്ചത് കേരളത്തിലാണ്. അടുത്തത് ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഘടനാക്രമത്തിൽ ചിട്ടപ്പെടുത്തുക എന്നതാണ് പറയുന്നത്. അപ്പോ ആദ്യത്തത് ഏതാണ്? 1917 ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ഇനി അടുത്തത് 1920 നിസ്സഹകരണ പ്രസ്ഥാനം നടന്നത്. 1920 നിസ്സഹകരണ പ്രസ്ഥാനം നടന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ നടന്നത്. 1942. അപ്പൊ എന്താ ടീച്ചർ ചൗരി 1919 പറയാഞ്ഞേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജി ചൗരി ചൗര സംഭവത്തിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോ ഇതിൽ PSC ഉത്തര സൂചിക പ്രകാരം ശരിയായ ക്രമം ഇതാണ്: 2, 4, 3, 1. എന്താണ്? 2, 4, 3, 1 എന്നുള്ളതാണ് ശരിക്കും. ഇവിടെ അദ്ദേഹത്തിന് ഈ ചൗരി ചൗര സംഭവത്തിന് ആര് പങ്കെടുത്തിട്ടില്ല? ഗാന്ധിജി പങ്കെടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇതാണ് 2, 4 ഇതാണ് 2, 3 അല്ലെ. 2, 3, 4, 2, 3, 4, 1 ഇതാണ് ഓപ്ഷൻ. ക്ലിയർ ആയില്ല മക്കളെ? ഇനി ജലത്തിലൂടെ പകരുന്ന, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ് രോഗത്തെ കുറിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഈ അറ്റൻഡർ ഗ്രേഡ് 2 തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. ജലത്തിലൂടെ പകരുന്ന വൈറസ് രോഗത്തിന്റെ പേര് എന്താണ്? മഞ്ഞപ്പിത്തം. ഏതാണ്? മഞ്ഞപ്പിത്തം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, താഴെ പറയുന്നവയിൽ ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗോവ. നിങ്ങൾക്കറിയോ ഉഷ്ണമേഖലയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളാ സ്ഥിതി ചെയ്യണേന്ന്? അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ പഠിച്ചു വെച്ചോളൂ. അതായത് കേരളം ഉഷ്ണമേഖലയിലാണ്, കേരളം. അതുപോലെ തന്നെ ഗോവ ഉഷ്ണമേഖലയിലാണ്. ഇനി തമിഴ്നാട് ഉഷ്ണമേഖലയിലാണ്. കർണാടക ഉഷ്ണമേഖലയിലാണ്. അതുപോലെ ആന്ധ്രാപ്രദേശ് ഉഷ്ണമേഖലയിലാണ്. തെലങ്കാന ഉഷ്ണമേഖലയിലാണ്.
മഹാരാഷ്ട്ര, തെലങ്കാന, അതുപോലെ തന്നെ മഹാരാഷ്ട്ര. ഇനി അടുത്തത് ഒഡീഷ ഉഷ്ണമേഖലയിലാണ്, ഒഡീഷ. ഇനി ഗുജറാത്ത്, അടുത്തത് ഗുജറാത്ത്. പിന്നെ അടുത്തത് ഏതാണ്? രാജസ്ഥാൻ, രാജസ്ഥാൻ. രാജസ്ഥാനിലെ ബൻസ്വാര ജില്ലയൊക്കെയാണ് ശരിക്കും എന്തിൽ പെടുന്നത്? ഉഷ്ണമേഖലയിൽ പെടുന്നത്. അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, ഏതാണ്? ഛത്തീസ്ഗഡ്, ഛത്തീസ്ഗഡ്. ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, വെസ്റ്റ് ബംഗാളിന്റെ തെക്കൻ ഭാഗം മാത്രമേ പെടുള്ളൂ. അതുപോലെ അസം, മിസോറാം. ഇത്തരം സംസ്ഥാനങ്ങൾ, ഇത്രയും സംസ്ഥാനങ്ങള് എന്തിന് പെടുന്നതാണ്? ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ്. ഇത് പഠിച്ചു വെക്കുക, ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലും ചുരങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ചുരത്തെ കുറിച്ച് നമ്മൾ ഓരോ ഓപ്ഷൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞെന്താണ് ഇവിടെ ചോദിച്ചത്? ബരാലാച്ചില എന്ന് പറയുന്ന ചുരം, അല്ലെ? 12ാമത്തെ ചോദ്യം അതാണ്. ബരാലാച്ചില എന്ന് പറയുന്ന ചുരം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. എവിടെ? ബരാലാച്ചില എന്ന് പറയുന്ന ചുരം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് ബരാലാച്ചില ചുരം. അടുത്തത് ഒരു കുന്നിന്റെ പേരാണ്, ജയന്തിയ എന്നാണ് കുന്നിന്റെ പേര്. ആ കുന്ന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. മേഘാലയയിലാണ് ജയന്തിയ കുന്ന് സ്ഥിതി ചെയ്യുന്നത്. ഇനി ജയന്തിയ മാത്രമല്ല, ഗാസി, ഗാസി, അതുപോലെ തന്നെ ഗാരോ എന്നീ കുന്നുകളും എവിടെ തന്നെയാണ്? മേഘാലയയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടത്തെ ആദിവാസി അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനത്തെ വിഭാഗങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? ഇവിടുത്തെ വിഭാഗങ്ങൾ ഗാസി വിഭാഗം, അതുപോലെ തന്നെ ജയന്തിയ വിഭാഗം, അതുപോലെ തന്നെ ബോയി വിഭാഗം. ഇത്തരം ജനത താമസിക്കുന്നതും എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മേഘാലയയിലാണ് എന്ന് പറയണം. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷമാണ് നടന്നത് എന്നാണ്. 1931 എന്ത് നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, സർദാർ വല്ലഭായ് പട്ടേൽ, അല്ലെ? ഇനി അടുത്തത് പ്രതിരോധ മന്ത്രി ആരായിരുന്നു? പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ് ആണ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ആരാണ്? ബൽദേവ് സിംഗ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ആരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദ്. അംബേദ്കർ ഏത് മന്ത്രിയായിരുന്നു? നിയമമന്ത്രിയായിരുന്നു അംബേദ്കർ. അപ്പൊ നിയമം അംബേദ്കർ, പ്രതിരോധം ബൽദേവ് സിംഗ്, വിദ്യാഭ്യാസം അബ്ദുൽ കലാം ആസാദ്, ആഭ്യന്തര വകുപ്പ് സർദാർ വല്ലഭായ് പട്ടേൽ. മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്ത് എന്നാണ് ചോദ്യം. ആ മാസികയുടെ പേര് യങ് ഇന്ത്യ എന്നാണ്. അദ്ദേഹം ആരംഭിച്ച യങ് ഇന്ത്യ മാസിക ഏത് ഭാഷയിലുള്ളതായിരുന്നു? ഇംഗ്ലീഷ് ഭാഷയിലുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കുക. മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയാണ് യങ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലാണ്. യങ് ഇന്ത്യ കൂടാതെ ഗുജറാത്തി ഭാഷയിൽ അദ്ദേഹം ആരംഭിച്ച മാസികയാണ് നവജീവൻ എന്ന് പറയുന്ന മാസിക. ഗുജറാത്തി ഭാഷയിൽ അദ്ദേഹം നവജീവൻ എന്ന് പറയുന്ന മാസിക ആരംഭിച്ചു, അല്ലെ? അതുപോലെ തന്നെ ഗാന്ധിജിയുടെ എന്താണ് ഹരിജൻ എന്ന് പറയുന്ന പത്രമുണ്ട്. ഹരിജൻ എന്ന് പറയുന്ന ഗാന്ധിജിയുടെ പത്രം 1933 ആരംഭിച്ച ഹരിജൻ പത്രം ഏത് ഭാഷയിൽ തന്നെയാണ്? ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെയാണ്. ഹരിജൻ പത്രം ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിലാണ് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത്, അദ്ദേഹം വേറൊരു പത്രം കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായി. അതിന്റെ പേര് ഇന്ത്യൻ ഒപ്പീനിയൻ എന്നാണ്. അപ്പൊ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നതും ആരുടെ തന്നെയാണ്? ഗാന്ധിജിയുടെ തന്നെയാണ്. അപ്പൊ യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ, ഹരിജൻ തുടങ്ങിയവയൊക്കെ തന്നെ ആരുടെയാണ്? ഗാന്ധിജിയുടെ പത്രങ്ങളാണ് എന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇത്രയും ക്ലിയർ ആയല്ലോ. ബംഗാൾ ഗസറ്റിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്നത് ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ കേട്ടോ. പത്രം കാര്യം ക്ലിയർ ആയില്ലേ? ഇനി നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 14 എന്ന് പറയാം. ഈ ആർട്ടിക്കിൾ 19 എന്താ പറയണേ? 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ, അല്ലെ? മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് എന്തിൽ പറയുന്നു? ആർട്ടിക്കിൾ 19 പറയുന്നുണ്ട് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാരെ കുറിച്ച്, ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാരെ കുറിച്ച്
എന്തിൽ പറയുന്നു? ആർട്ടിക്കിൾ 5 പറയുന്നു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 3 എന്താ പറയണേ? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെ കുറിച്ചും അല്ലെ, പുതിയ സ്റ്റേറ്റുകളുടെ രൂപീകരണത്തെ കുറിച്ചും നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ അതുപോലെ വിസ്തീർണമോ അതിരുകളോ പേരുകളോ മാറ്റുന്നത് സംബന്ധിച്ചൊക്കെ പറയുന്നതാണ് ഏതില്? ആർട്ടിക്കിൾ 3 എന്നും കൂടി ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, ഏത് വർഷമാണ് നെപ്പോളിയൻ ബോണപ്പർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത് എന്നാണ് ചോദ്യം. 1804 നെപ്പോളിയൻ ബോണപ്പർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത്. ഇനി ആധുനിക ഫ്രാൻസിന്റെ ശില്പി, ആധുനിക ഫ്രാൻസ് അല്ലെ, ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്നറിയപ്പെടുന്നതും ആരെന്നെയാണ്? നെപ്പോളിയൻ ബോണപ്പർട്ട് തന്നെയാണ്. അതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു, ലിറ്റിൽ കോർപ്പറൽ, മാൻ ഓഫ് ഡെസ്റ്റിനി എന്നീ പേരുകളിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അപ്പൊ ഏതൊക്കെ പേരിലാണ്? ഫ്രഞ്ച് വിപ്ലവം അല്ലെ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നതും ആരെന്നെയാണ്? നെപ്പോളിയൻ ബോണപ്പർട്ട് തന്നെയാണ്. ലിറ്റിൽ കോർപ്പറൽ, എന്താണ്? ലിറ്റിൽ കോർപ്പറൽ എന്ന് അറിയപ്പെട്ടിരുന്നതും ആരെന്നെയാണ്? നെപ്പോളിയൻ ബോണപ്പർട്ട് തന്നെയാണ്. മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെട്ടിരുന്നതും ആരെന്നെയാണ്? നമ്മുടെ നെപ്പോളിയൻ ബോണപ്പർട്ട് തന്നെയാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം എന്താ മക്കളെ? കാടമം കുന്നുകൾ ഏത് സംസ്ഥാനത്താ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. കാടമം കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് കേരള സംസ്ഥാനത്താണ്. എവിടെയാണ്? കേരളത്തില്. പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഗാട്സിനെ കുറിച്ച് നമുക്കറിയാം അല്ലെ. ആ പശ്ചിമഘട്ടത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഏലമല അഥവാ കാടമം ഹിൽസ്. എന്താണ്? ഏലമല അഥവാ കാടമം ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കുക. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ്? കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചതാണ്. നാഥുല ചുരം സിക്കിമിലാണ്. നാഥുല ചുരം എവിടെയാണ്? സിക്കിമിലാണ്. അടുത്ത ചോദ്യം നോക്കൂ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആലുവയിൽ. അപ്പോ സർവമത സമ്മേളനം എവിടെയാ വിളിച്ചുകൂട്ടിയെന്ന് ചോദിക്കാം. എവിടെയാണ്? ആലുവയിലാണ്. അടുത്ത ചോദ്യം, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭം. ഇതിൽ എത്രയൊക്കെ ചോദ്യങ്ങൾ ഉണ്ട് നോക്കുക. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരം അല്ലെ, വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനാണ് വൈക്കം സത്യാഗ്രഹം. ഒരു ഓപ്ഷൻ. ഇനി അടുത്തത്, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ജാഥ സവർണ ജാഥ. അപ്പോ അത് നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. എവിടെ നിന്ന് എവിടം വരെ? വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ്. സവർണ ജാഥ നടന്ന വർഷം എന്നാണ്? 1924 നവംബർ 1 സവർണ ജാഥ പുറപ്പെട്ടത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചോളോ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയ ഉദ്യാനത്തിന്റെ പേര് എന്താണ്? കെയിംബുൾ ലംജാവോ. അപ്പോ എന്തൊക്കെ ചോദ്യങ്ങൾ അവിടെയുള്ള? വടക്ക് കിഴക്കൻ ഇന്ത്യയിലെയാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലോക്തക്ക്. കണ്ടോ? വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലോക്തക്ക്. കെയിംബുൾ ലംജാവോ സ്ഥിതി ചെയ്യുന്ന എന്താ പറയുന്നത് തടാകം ഏതാണ്? ലോക്തക്ക് അല്ലെ. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം. എവിടെയാണ് ലോക്തക് തടാകം എന്നും കൂടെ ചോദിക്കാം. എവിടെയാണത്? മണിപ്പൂരിലാണ്. എവിടെയാണ് മക്കളെ? മണിപ്പൂരിലാണ്. ഈ തടാകത്തില് പൊങ്ങിക്കിടക്കുന്ന സസ്യ അവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെട്ടിട്ടുള്ള തുരുത്തുകളുണ്ട്. ആ തുരുത്തുകൾക്ക് വിളിക്കുന്ന പേര് പുംഡി എന്നാണ്. എന്താ വിളിക്കണേ? പുംഡി ട്ടോ. പുംഡി എന്നാണ് അതിന് വിളിക്കുന്നത് എന്നും കൂടി ഓർത്തു വയ്ക്കുക. പുംഡി എന്താണെന്ന് മനസ്സിലായില്ലേ? പുംഡി എന്ന് പറയുന്നത് തുരുത്താണ്. എന്താണ്? തുരുത്താണ്. അടുത്ത, ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പല്ലവരുടെ
കാലത്തെ ക്ഷേത്ര നിർമ്മാണ ശൈലിയെ നമ്മൾ വിളിക്കുന്ന പല്ലവന്മാരുടെ കാലത്തെ നിർമ്മാണ ശൈലിയെ നമ്മൾ ദ്രാവിഡ ശൈലി എന്നാണ് വിളിക്കുന്നത്. എന്നാൽ പല്ലവന്മാരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലിയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഈ ശൈലി ഉപയോഗിച്ച് ക്ഷേത്രങ്ങൾ ആരാണ് പണിതത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാ ചോളന്മാരാണ്. ആരാണ്? ചോളന്മാരാണ്. ഈ ദ്രാവിഡ ശൈലി ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ പണിതത് ആരാണ്? ചോളന്മാരാണ്. അടുത്ത ചോദ്യം ഇതാണ്: മടക്കു പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏതാണ്? ആദ്യത്തെ ഓപ്ഷൻ: സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നവയാണ്. ഇത് ശരിയാണ് കേട്ടോ. മടക്കു പർവ്വതങ്ങളുടെ രൂപീകരണം എങ്ങനെയാണ്? സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് ശിലാപാളികൾക്ക് വലനം സംഭവിച്ചിട്ടാണ് ഇത് രൂപം കൊള്ളുന്നത്. ഇത് SCERT പാഠഭാഗങ്ങളിൽ ഉള്ളതാണ്. നമ്മുടെ SCERT പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കാണാത്ത കുട്ടികൾ അതൊക്കെ കണ്ടുനോക്കിയോളൂ. ബാക്കി പറഞ്ഞിട്ടുള്ള ഈ രണ്ടെണ്ണവും തെറ്റാണ്, ഇത് മാത്രമാണ് ശരി. 25ാമത്തെ ആൻസർ 1 മാത്രമാണ്. വടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയയെ എന്ത് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ വലനം എന്നാ വിളിക്കണേ. വടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ വലനം അഥവാ ഫോൾഡിംഗ് എന്ന് പറയും. ഇങ്ങനെയാണ് ഇത് രൂപം കൊള്ളുന്നത്. മടക്കു പർവ്വതങ്ങൾക്ക് ഏറ്റവും നല്ല ഉദാഹരണം ഏതാണ്? ഹിമാലയ പർവ്വതവും ആൽപ്സ് പർവ്വത നിരയുമാണ്. ആൽപ്സ്, ഹിമാലയം തുടങ്ങിയവ മടക്കു പർവ്വതങ്ങൾക്ക് വളരെ നല്ല ഉദാഹരണമാണ് എന്ന് കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആയില്ലേ? ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് SCERT പാഠഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് നോക്കൂ, 26th ക്വസ്റ്റ്യൻ. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെ കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആരാണ്? ക്ലോഡിയ ഗോഡിൽ. ആരാണ്? ക്ലോഡിയ ഗോഡിൽ. 2023 അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി, കാരണം അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ പിന്നെ വന്നിട്ടുണ്ടല്ലോ. അപ്പോ നോബൽ പ്രൈസുകളുടെ ക്ലാസ് ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകം 24, 25 ഒക്കെ കാണാത്ത കുട്ടികൾ പഠിക്കണം കേട്ടോ. അടുത്ത് നോക്കൂ, ധാതുക്കളുടെ ഹൃദയഭൂമി. ധാതുക്കളുടെ ഹൃദയഭൂമിന്ന് ഏതിനെയാ വിളിക്കണേ അറിയോ? ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാ വിളിക്കണേ. ധാതുക്കളുടെ ഹൃദയഭൂമി. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു മേഖലയാണ് ചോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമി. ചോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പീഠഭൂമിയാണ്. ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി അറിയപ്പെടുന്നു. ഈ ചോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയുടെ ഭാഗമായിട്ടാണ് കൽക്കരി, അതുപോലെ തന്നെ ഇരുമ്പയിര് ട്ടോ. കൽക്കരി, ഇരുമ്പയിര്, പിന്നെ നമ്മുടെ മൈക്ക എന്ന് പറയുന്ന ധാതു, മൈക്ക, ചെമ്പ്, ബോക്സൈറ്റ്, മാംഗനീസ്, അങ്ങനെയുള്ള ലോഹ ധാതുക്കളൊക്കെ സമൃദ്ധമായിട്ട് ഇവിടെ കാണപ്പെടുന്നു എന്ന് ഓർക്കാം. അടുത്തത്, ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏതാണ്? ഏതാ മക്കളെ ലോക പ്രശസ്ത ക്ഷേത്രം? തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം. എവിടെയാണെന്നാ പറയണേ? തഞ്ചാവൂർ അല്ലെ. അത് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെ, ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂർ. ബൃഹദേശ്വര ക്ഷേത്രത്തിന് വേറൊരു പേരുണ്ട്, കേട്ടുണ്ടോ? രാജരാജേശ്വര ക്ഷേത്രം. അതായത് രാജരാജ ചോളന്റെ കാലഘട്ടത്തിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. രാജരാജേശ്വര ക്ഷേത്രം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത്, ദാരിദ്ര്യ ലഘൂകരണം, സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ച എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ പേര് കുടുംബശ്രീ എന്നാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? 98 മെയ് 17 AB വാജ്പേയി ആണ് ഉദ്ഘാടനം ചെയ്തത് അല്ലെ. ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? 9th പ്ലാനിന്റെ കാലത്താണ് ഇത്
ഉദ്ഘാടനം ചെയ്തത് എന്ന് ഓർത്തുവെക്കാം. ഉദ്ഘാടനം ചെയ്ത ജില്ല എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ് ഉദ്ഘാടനം ചെയ്തത് എന്നും കൂടി ഓർത്തുവെക്കണം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് കുടുംബശ്രീ എന്നും ഓർക്കുക. കുടുംബശ്രീയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷൻ ആരാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. ഇനി ഇതില് 2-3 ഓപ്ഷൻ കൊടുത്തിട്ടില്ലേ? ആദ്യത്തത് ജീവനം. എന്താണ് ജീവനം? കുറ്റകൃത്യങ്ങൾക്ക് ഇരയായ മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും പരിക്ക് പറ്റിയവർക്കുമുള്ള കേരള സർക്കാരിന്റെ സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരാണ് ജീവനം എന്നത്. അടുത്തത് എന്താണ് വയോമിത്രം? കേരള സാമൂഹിക സുരക്ഷാ മിഷൻ സംസ്ഥാനത്തെ കോർപ്പറേഷൻ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകാൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് വയോമിത്രം. എന്താണ് ആശ്വാസകിരണം? ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരും ശയ്യാവലംബരുമായ രോഗികളെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സണായ കവയിത്രി ആരാണ്? അപ്പൊ സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം പറഞ്ഞു അല്ലെ, 1996 മാർച്ച് 14 അല്ലെ. ആരായിരുന്നു കവയിത്രി? ആരായിരുന്നു? സുഗതകുമാരി ആയിരുന്നു. ഡി ശ്രീദേവി ആയിരുന്നു രണ്ടാമത്തത്. ആരാണ്? ഡി ശ്രീദേവി. രണ്ടാമത്തെ അധ്യക്ഷ ഡി ശ്രീദേവിയാണ്. വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ പട്ടമാണ്. അവരുടെ പ്രസിദ്ധീകരണത്തിന്റെ പേര് സ്ത്രീ ശക്തി എന്നാണ്. ഇതാണ് പ്രസിദ്ധീകരണം, സ്ത്രീ ശക്തിയാണ്. അടുത്തത് ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കുവാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ്. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അനുവാദം നൽകിയിട്ടുള്ളത് ആർട്ടിക്കിൾ 226ഉം സുപ്രീം കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ളത് ആർട്ടിക്കിൾ 32മാണ് എന്ന് ഓർത്തുവെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 226. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 40. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ 40 അല്ലെ. ഇനി അടുത്തത് എന്താണ്? മൗലിക കടമകളെ കുറിച്ച് പറയുന്നത്. മൗലിക കടമകളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 51A. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതനുച്ഛേദമാണ് നിയമത്തിന് മുമ്പുള്ള സമത്വത്തെ കുറിച്ച് പറയുന്നത്? നിയമത്തിന് മുമ്പുള്ള സമത്വത്തെ കുറിച്ച് പറയുന്നത് അനുച്ഛേദം 14ലാണ്. എന്തിലാ പറയുന്നത്? അനുച്ഛേദം 14ലാണ് പറയുന്നത് അല്ലെ. ഇനി അടുത്തത് അനുച്ഛേദം 17 കൂടിയും ഒന്ന് പഠിച്ചു പോവാ. എന്താണ്? തൊട്ടുകൂടായ്മ അഥവാ അയിത്തത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് അനുച്ഛേദം 17. നമുക്കറിയാലോ, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ഏതാണ്? അൺടച്ചബിലിറ്റിയെ കുറിച്ച് പറയുന്ന അനുച്ഛേദം 17ആണ്. അടുത്തത് സർക്കാർ ഉദ്യോഗസ്ഥരോട് അവരുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ടിന്റെ പേര് ഏതാണ്? ഏതാണ് റിട്ടിന്റെ പേര്? മാൻഡമസ് റിട്ട് ആണ്. നമുക്കറിയാം മാൻഡമസ്, അതുപോലെ തന്നെ ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യൂററി, അതുപോലെ തന്നെ കോ വാറന്റോ, അങ്ങനെ 5 തരത്തിലുള്ള റിട്ടുകളാണ് ഉള്ളത്. എത്ര റിട്ടുകളാണ്? 5 തരത്തിലുള്ള റിട്ടുകളാണ് ഉള്ളത്. ഈ റിട്ടുകൾ എല്ലാം തന്നെ ലാറ്റിൻ ഭാഷയിൽ ഉള്ളതാണ്. ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിൽ ഉള്ളതാണ് എന്നും കൂടി ഓർത്തു വെക്കുക. റിട്ടുകളെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ കണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. റിട്ടുകൾ പ്രധാനമാണെന്ന് മനസ്സിലായില്ലേ? അടുത്തത് മൗലിക കടമകളെ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര് എന്താണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഏതാ കമ്മിറ്റി? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് അല്ലെ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പറയുന്നത്? നോക്കിയ മക്കളെ, നമ്മൾ ഇപ്പൊ തന്നെ ഇവിടെ പറഞ്ഞല്ലേ ഉള്ളൂ, ആർട്ടിക്കിൾ 51A മൗലിക കടമകളെ കുറിച്ച് പറയണെന്ന്. അതെന്നെ ഇവിടെ വീണ്ടും ചോദിച്ചു. അപ്പൊ ആർട്ടിക്കിൾ 51A മൗലിക കടമകളെ കുറിച്ച് പറയുന്നു. അടുത്ത ലോക മനുഷ്യാവകാശ ദിനം എന്നാണ്?
ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം എന്നാണ്? ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 കേട്ടോ. ലോക മനുഷ്യാവകാശ ദിനം ഏതാണ്? ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 എന്ന് ഓർത്തു വെക്കുക. മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. അറിയാലോ മനുഷ്യാവകാശ അതായത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമൊക്കെ നിലവിൽ വന്നത് 1948 ഡിസംബർ 10 ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഡിസംബർ 10 UN ചാർട്ടറിന്റെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച ഒരു മനുഷ്യാവകാശ രേഖയാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. അതിന്റെ പരിണിത ഫലമായിട്ടാണ് ഡിസംബർ 10 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത് നോക്കൂ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? അത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സമയത്തുള്ളതാട്ടോ. അന്ന് ആക്ടിംഗ് ചെയർപേഴ്സൺ ശ്രീമതി വിജയഭാരതി സയാനി ആയിരുന്നു. ശ്രീമതി വിജയഭാരതി സയാനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് 2024 ജൂൺ മുതൽ ഡിസംബർ 30 വരെ അവരുണ്ടായിരുന്നു. അതിനുശേഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 9ാമത്തെ ചെയർമാനായി ഡിസംബർ 30, 2024 ജസ്റ്റിസ് വി സുബ്രഹ്മണ്യം, നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, സുബ്രഹ്മണ്യം അധികാരത്തിൽ കയറി എന്ന് പറഞ്ഞു ട്ടോ. അടുത്തത് ത്രിവർണ പതാക ദേശീയ പതാകയായി അംഗീകരിച്ചതെന്ന്. ഇത് ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നില്ലേ? എന്നാണ് ത്രിവർണ പതാക? 1947 ജൂലൈ 22 അല്ലെ? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ഇതും ഇന്നലെ നമ്മൾ പറഞ്ഞതല്ലേ, ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ഇതൊക്കെ ഇന്നലെ പറഞ്ഞ ചോദ്യങ്ങളാണ്. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേരെന്താ? ഓപ്ഷനിൽ തന്നെ അല്ല, അപ്പൊ ചോദ്യത്തിൽ തന്നെ ഉത്തരം കൂടെ പറഞ്ഞു അല്ലെ. രവീന്ദ്രനാഥ ടാഗോർ എവിടെയാ ആരംഭിച്ചത്? ബംഗാളിലെ സർവകലാശാല വിശ്വഭാരതി. അടുത്ത് നോക്കൂ, 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശിവപ്രതിഷ്ഠ ആരാ നടത്തിയത്? ശ്രീനാരായണ ഗുരു ആണ് അദ്ദേഹം നടത്തിയത്. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ എവിടെയാ നടത്തിയേ? കണ്ണാടി പ്രതിഷ്ഠ കളവൻകോട്, ഉല്ലല. അതൊന്ന് ഓർത്തു വെച്ചോളൂ. കളവൻകോട്, ഉല്ലല എന്നീ സ്ഥലങ്ങളിലാണ് അദ്ദേഹം എന്ത് നടത്തിയത്? കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് നടത്തിയത് കളവൻകോണം ക്ഷേത്രത്തിലാണ്, പിന്നീട് ഉല്ലലയിലാണ് കേട്ടോ. അവസാനമായി പ്രതിഷ്ഠിച്ചത് ഉല്ലലയിലാണ്, വെച്ചൂര് ഉല്ലലയിലാണെന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് 42. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം അല്ലെ. ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. ഇനി അടുത്തത് ഇരവികുളം ഏത് ജില്ലയിലാ? അറിയാലോ, ഇടുക്കി ജില്ലയിലാണ്, ദേവികുളം താലൂക്കിലാണ്, മൂന്നാർ പഞ്ചായത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ സംരക്ഷിക്കുന്നത് ഏതിനെയാണ്? വരയാടുകളെയാണ് സംരക്ഷിക്കുന്നത്. ഏറ്റവും ചെറുത് ഏതാണ്? പാമ്പാടും ചോലയാണ്. കേരളത്തിൽ ഏറ്റവും ചെറുത് ഏതാണ്? പാമ്പാടും ചോല. ഏറ്റവും വലുത് ഇരവികുളം, ആദ്യത്തേതും ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാ? ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്ന്. അഷ്ടമുടിക്കായൽ അല്ലെ? ആണോ? അല്ല. ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട് കായൽ. ഇന്നലെ പറഞ്ഞതാ. അടുത്തത് 40. ഇതൊക്കെ അപ്പൊ കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച എത്ര ക്വസ്റ്റ്യൻസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടുമേ എന്നുള്ളത്. കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആരാണെന്ന്. കേരളത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത PT ഉഷ. ആരാ? PT ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയെ ചോദിക്കണേച്ച എന്താ പറയാ നമ്മള്? CK ലക്ഷ്മൺ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? CK ലക്ഷ്മൺ. ഇതെന്താ പറഞ്ഞേ? കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിതയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് ആര്? PT ഉഷ. ഇനി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക് ആണ്. ആരാണ്? മാനുവൽ ഫ്രെഡറിക് ആണ്. ഇനി ഒളിമ്പിക് സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാ? ഷൈനി വിൽസൺ. സെമി ഫൈനലിൽ പ്രവേശിച്ചത് ആരാണ്? ഷൈനി വിൽസൺ. സെമി ഫൈനലില് ഷൈനി വിൽസൺ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ എന്നറിയാം. അതെവിടെയാണ്?
പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് കേട്ടോ. എവിടെയാ? പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിൽ. നീല വിപ്ലവം കുറച്ചു നേരത്തെ നമ്മൾ പഠിച്ചില്ലേ? മത്സ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ബ്ലൂ റവല്യൂഷൻ. ആ നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യം അല്ലെ? നീല വിപ്ലവം മത്സ്യം. ഇപ്പൊ ധവള വിപ്ലവം എന്താണ്? പാല്. ധവള വിപ്ലവം എന്താണ്? പാല്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ധവള വിപ്ലവം എന്താണ്? പാലാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് ധവള വിപ്ലവം. ഹരിത വിപ്ലവം അറിയാലോ നിങ്ങൾക്ക്. ഏതാണ്? കൃഷി അല്ലെ? ഹരിത വിപ്ലവം അല്ലെ? ഇനി രജത വിപ്ലവമാണെങ്കിലോ? രജത വിപ്ലവം. രജത വിപ്ലവം മുട്ട. രജത വിപ്ലവം മുട്ട. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? ആരാണ് വോളണ്ടിയർ ക്യാപ്റ്റൻ? AKG അല്ലെ? AK ഗോപാലൻ. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ പ്രക്ഷോഭം. സത്യാഗ്രഹം 1931 നവംബർ 1-നാണ് ആരംഭിച്ചത്. കേളപ്പൻ അല്ലെ? കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ അല്ലെ? ഇവരൊക്കെയായിരുന്നു നേതാക്കന്മാർ. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ. വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലനാണ്. വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലനാണ്. ഇനി ആരാ അപ്പൊ P കൃഷ്ണപിള്ള? ഗുരുവായൂർ ക്ഷേത്രം മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ. ഗുരുവായൂർ ക്ഷേത്രത്തില് മണിയടിച്ച ആദ്യ അബ്രാഹ്മണനാണ് ആര്? നമ്മുടെ കൃഷ്ണപിള്ള. കേരളത്തിലെ ഏറ്റവും ആഴത്തിലുള്ള തുറമുഖം ഏതാ മക്കളെ? വിഴിഞ്ഞം തുറമുഖം. ഏറ്റവും ആഴമുള്ള തുറമുഖം വിഴിഞ്ഞം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. ഏതാ? കുമ്പളങ്ങി. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെ വിശേഷിപ്പിച്ച്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ. ക്ഷേത്രപ്രവേശന വിളംബരം ആരാണ് പുറപ്പെടുവിച്ചത്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അല്ലെ? 1936 നവംബർ മാസം 12-ാം തീയതി. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നും ക്ഷേത്രപ്രവേശന വിളംബരം അറിയപ്പെടുന്നു. അടുത്തത് കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി ആരാണ്? ചട്ടമ്പി സ്വാമി. ആരാ? ചട്ടമ്പി സ്വാമി. സർവവിദ്യാധിരാജൻ അല്ലെ? വിദ്യാധിരാജൻ, ഷൺമുഖദാസൻ, അങ്ങനെയൊക്കെ ഉള്ള പേരുകൾ ആർക്കുണ്ട്? ചട്ടമ്പി സ്വാമിക്കുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ 55-ാമത്തെ നേടിയത് മോഹൻലാൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? 55-ാമത്തെ ആര് നേടി? മോഹൻലാൽ നേടി എന്ന് പറഞ്ഞു. ദാദാ സാഹിബ് ഫാൽക്കെ. കൂടെ നോക്കിയേ, 54-ാമത്തെ ആരാ നേടിയെന്നാ ചോദിച്ചേ. നമ്മൾ ഇന്നലെ പഠിച്ചില്ലേത്? മിഥുൻ ചക്രവർത്തിയാണ് അല്ലെ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം. ഏതാ സംഘടിത കലാപം? ആറ്റിങ്ങൽ കലാപം. എന്ന് നടന്നു? 1721 ഏപ്രിൽ മാസം 15-ാം തീയതി നടന്നു. 1721 ഏപ്രിൽ മാസം 15-ാം തീയതിയാണ് നടന്നത്. അടുത്ത നോക്കൂ. പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പൊയ്കയിൽ യോഹന്നാൻ ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിൽ ജനിച്ചു. തെറ്റാണ്. അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ഇരവിപേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അപ്പൊ ഇത് തെറ്റല്ലേ? പൊയ്കയിൽ യോഹന്നാനെ കുമാരഗുരുദേവൻ എന്ന് വിളിക്കുന്നു. ശരിയായത് ട്ടാ, ശരിയായത് കുമാരഗുരുദേവൻ. ഇനി അടുത്തത് നോക്കുക. ജ്ഞാനപീയൂഷം എന്ന പ്രാർത്ഥനാ പുസ്തകം മന്നാനം പ്രസിൽ നിന്ന് അടിച്ചിറക്കിയത് ഇദ്ദേഹമല്ല. അയിത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂർ സർക്കാർ അനുമതിയോടുകൂടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. ശരിയാണ്. അപ്പോ 2ഉം 4ഉമാണ് കുമാരഗുരുദേവൻ പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി. ഇന്ത്യയുടെ രണ്ടാമത്തെ അല്ലെ? ഏതാണ്? INS അരിഗാദ്. INSC ആണ് കേട്ടോ മക്കളെ. INS അരിഗാദ് ആണ്. അരിഗാദ് രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി. കറണ്ട് അഫയേഴ്സിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ ഏതാ? ആണവ ബാലിസ്റ്റിക് മിസൈൽ. ആണവ ബാലിസ്റ്റിക് മിസൈൽ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്തു പറയും? INS അരിഗട്ട് പറഞ്ഞേനെ. INS അരിഗട്ട്. അരിഗട്ട്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓർത്ത് വെച്ച് പഠിക്കാട്ടാ. ഇനി അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ ബാലിസ്റ്റിക് മിസൈലാ
ആദ്യത്തെ ആണവ ബാലിസ്റ്റിക് മിസൈല് INS അരിഹന്ത് ട്ടോ. അപ്പൊ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈലാണ് INS അരിഘട്ട്. ആദ്യത്തേതാണ് INS അരിഹന്ത്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ ബാലിസ്റ്റിക് മിസൈലാണ് INS അരിഹന്ത്. മൂന്നെണ്ണേ ഞാൻ പറയുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ജോഡി ഏത് എന്നാണ് 56ാമത്തെ ചോദ്യം. അതില് യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടിന്റെയാണ് അല്ലെ. അത് ശരിയാണ്. പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം. ആത്മവിദ്യാസംഘം ആരാണ്? വാഗ്ഭടാനന്ദൻ അല്ലേ. അപ്പൊ സമത്വ സമാജം ആരാണ്? വൈകുണ്ഠ സ്വാമികൾ അല്ലേ. അപ്പൊ ഇത് രണ്ടും തെറ്റല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പൊ VT ഭട്ടതിരിപ്പാടിന്റെ യോഗക്ഷേമ സഭയും പണ്ഡിറ്റ് കറുപ്പന്റെ അരയ സമാജം ഉത്തരമായിട്ട് എടുക്കുക കേട്ടോ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെ? ശ്രീനാരായണ ഗുരുമായി ബന്ധപ്പെട്ട് എന്തോറും ചോദ്യങ്ങൾ അതിൽ വന്നേക്കണം. 57 എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിൽ അല്ലെ. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പ് കുറുക്കൽ എവിടെയാ നടന്നതെന്ന്? എവിടെയോ ആദ്യമായിട്ട് ഉപ്പ് കുറുക്കൽ നടന്നത്? പയ്യന്നൂര്. എന്നാണ്? 1930 ഏപ്രിൽ 13 സിവിൽ നിയമലംഘന പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിക്കണേ എന്ന് ഓർത്തുവെക്കുക. നേതൃത്വം നൽകി കേളപ്പൻ, മാധവൻ നായർ, മൊയ്തു മൈലവി തുടങ്ങിയവർ അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേരളത്തിലെ പ്രധാന വേദിയായിരുന്നു പയ്യന്നൂര്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നൂര്. ഉപ്പു സത്യാഗ്രഹത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയതും കേളപ്പനാണ്. സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സ് ഇന്ത്യക്കായി 2 മെഡലുകൾ നേടുന്ന ആദ്യത്തെ താരം ആരാണ്? മനു ബാക്കർ ആണ്. സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി 2 മെഡലുകൾ നേടുന്നത് ആരാണ്? മനു ബാക്കർ ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ആദ്യത്തെ മെഡലിസ്റ്റ് ആണ് ആര്? മനു ബാക്കർ. മനു ബാക്കറും അതുപോലെ തന്നെ സർബ്ജോത് സിംഗും വെങ്കലം നേടി. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം, അതായത് ഇന്ത്യക്കായി ഷൂട്ടിങ്ങിൽ മെഡൽ നേടിയ ആദ്യത്തെ മിക്സഡ് ടീമും ഇവരുടെ തന്നെയായിരുന്നു എന്നോർക്കുക. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. 1959 അദ്ദേഹത്തിന് ഭാരത കേസരി എന്ന ബഹുമതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ലഭിച്ചത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മന്നത്ത് പത്മനാഭനാണ് മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്നത്. ഇനി അടുത്തത്, മന്നത്ത് പത്മനാഭന്റെ ശ്രമഫലമായിട്ടാണ് NSS എന്ന് പറയുന്ന സംഘടന ഉണ്ടായത് എന്നും നമുക്കറിയാം. 61 താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നതാണ്? റിക്സിയ. റിക്സിയ ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നു? ബ്രയോഫൈറ്റ് ആണ് ഏത്? റിക്സ്. ഒരു മനുഷ്യന്റെ പൂർണ്ണകാല ഗർഭത്തിന്റെ കാലയളവ്, പൂർണ്ണഗർഭത്തിന്റെ കാലയളവ് എന്തെങ്കിലും ആവട്ടെ. അപ്പൊ മനുഷ്യന്റെ ഗർഭകാലയളവ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 270 തൊട്ട് 270, എവിടെയത്? 270 മുതൽ 280 വരെയുള്ള ദിവസമാണ്. ഇനി നമ്മുടെ എന്താ പറയാ, പശുവിനും ഏകദേശം 270 തൊട്ട് 283 വരെയുള്ള ദിവസം പറയാ പശുക്കൾക്ക്. ആനയുടെ പഠിക്കണം 600 മുതൽ 650 വരെ ആന. പൂച്ചയ്ക്ക് 65 ദിവസം മതി പൂച്ച. നായക്കാണെങ്കിലോ 55 മുതൽ 70 വരെ ദിവസമാണ് ഏതിന്? നായക്ക്. ഇതൊക്കെ. ഇനി തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. DNA ബാർകോഡിംഗ് എന്നാണ് അത് അറിയപ്പെടുന്നത്. DNA ബാർകോഡിംഗ് ആണ് തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ. ഇനി നോക്കിയ മക്കളെ, ആ ഓപ്ഷനിലുള്ള കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ടീച്ചർ ഒന്ന് പറയാട്ടോ. അതായത് DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളത് കണ്ടുപിടിച്ചത് അലക്സ് ജെഫ്രി ആണെന്ന് പഠിച്ചിട്ടില്ലേ? അലക്സ് ജെഫ്രി എന്ന് പറയുന്ന ആളാണ് DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടുപിടിച്ച ടീച്ചർ പഠിപ്പിച്ചെന്നുണ്ടത്. DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വിശകലനം ചെയ്ത വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. അടുത്തത് RNA ഇന്റർഫെറൻസ്. RNAയെ പ്രോട്ടീൻ നിർമ്മിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന പ്രക്രിയയാണ് RNA ഇന്റർഫെറൻസ്. ജീവികളുടെ ജനിതക ഘടനയിൽ അഭിലഷണീയമായ തരത്തിൽ മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ്. ഒക്കെ ഒന്ന് ഓർത്തു വെച്ചോ കേട്ടോ. അടുത്ത താഴെ പറയുന്നവയിൽ ഏത് ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്?
ഏതാണ്? മെലാട്ടോണിൻ ആണ്. ഏതാണ്? മെലാട്ടോണിൻ. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. ജൈവ ഘടികാരം ഏതാണെന്ന് ചോദിക്കാറില്ലേ പരീക്ഷയ്ക്ക്? പീനിയൽ ഗ്രന്ഥിയാണ്. അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടിക്ക് നൽകുന്ന പേര്, ആരോഗ്യക്ഷേമ പരിപാടിക്ക് നൽകിയിരിക്കുന്ന പേര് എന്താണ്? അനുയാത്ര എന്നാണ്. എന്താ അതിന്റെ പേര്? അനുയാത്ര ട്ടോ. ഇപ്പൊ ഭൂമിക മഴവില്ലും നിസർഗയൊക്കെ ഉണ്ടല്ലോ. എന്താ ഭൂമിക? നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ പിന്തുണയോടെ അക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് ശാരീരികവും മാനസികവും നിയമപരവുമായ പരിരക്ഷ നൽകുന്നു ഭൂമിക. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് സമഗ്രമായ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി നിസർഗ. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതി മഴവില്ല്. ക്ലിയർ ആയില്ലേ? അടുത്തത് ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക. എന്താണ് നോക്കാം. വിഷാംശമുള്ളതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതുമായ രാസവസ്തുവാണ് ഡയോക്സിൻ. ശരിയാട്ടോ മക്കളെ. കൊഴുപ്പ് കലകളിൽ സംഭരിക്കപ്പെടുന്നു. ശരിയാണ്. വ്യവസായ പ്രക്രിയകളുടെ ഉൽപ്പന്നങ്ങളാണ് ഇവ. ശരിയാണ്. മനുഷ്യരിൽ ഹോർമോൺ വ്യവസ്ഥയ്ക്ക് തകരാറുണ്ടാക്കുന്നതിനും ക്യാൻസറിനും കാരണമാകുന്നു. ശരിയാണ്. അപ്പൊ ഇതൊക്കെ തന്നെ എന്തുമായി ബന്ധപ്പെട്ടതാ? ഡയോക്സിനുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തുവെക്കാം. അടുത്ത 68. താഴെ തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കൂൺ ഇനം ഏതാണ്? ഭീമ. കൂൺ ഏതാ? ഭീമ. അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾക്കും പരിഹരിക്കുന്നതിന് സഹായമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക എന്നാണ് പറയുന്നത്. എന്തുമായിട്ട് ബന്ധപ്പെട്ടത്? അസ്ഥിയുമായി ബന്ധപ്പെട്ടത്. ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. എന്താണ്? ഓസ്റ്റിയോബ്ലാസ്റ്റുകളാണ് അതിന്റെ ഉത്തരം. എന്താ? ഓസ്റ്റിയോബ്ലാസ്റ്റ്. ക്ലിയർ ആയ? ഓസ്റ്റിയോബ്ലാസ്റ്റ് ട്ടോ. ഇനി വൈറ്റമിൻ B12 അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത് ഏതാണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. വൈറ്റമിൻ B12 അപര്യാപ്തത മൂലം മെഗലോബ്ലാസ്റ്റിക് അനീമിയ ആണ് ഉണ്ടാകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ജീവകം സിയുടെ അപര്യാപ്തം മൂലം സ്കർവി ഉണ്ടാകുന്നു അല്ലെ. സിയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്നതാണ് സ്കർവി എന്ന് പറയുന്നത്. B1 അപര്യാപ്തത മൂലമാണ് എന്തുണ്ടാകുന്നത്? ബെറിബെറി ഉണ്ടാകുന്നത്. എന്താണ്? ബെറിബെറി ഉണ്ടാകുന്നത്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചോളൂ. ഇനി അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപ ഉൽപ്പന്നം ഏതാണ്? ഉപ ഉൽപ്പന്നം ഏതാണ്? ജലമാണ്. അടുത്തത് 6 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രത്തിന്റെ ഉപരിതലത്തിലേക്ക് കൊണ്ടുപോകുന്നു. വസ്തുവിന്റെ മാസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ് എന്നാണ് ചോദ്യം. 73. വസ്തുവിന്റെ മാസ് എല്ലായിടത്തും 6 കിലോഗ്രാം ആയിരിക്കും. അതാണ് ശരി. എവിടെയാണ്? എല്ലായിടത്തും 6 കിലോഗ്രാം. താഴെ തന്നിരിക്കുന്നതിൽ ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ജൂൾ പെർ സെക്കൻഡ് ആണ്. എന്താണ്? ജൂൾ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തതാണ്. അപ്പൊ കിലോ വാട്ട് അവർ, എർഗ് ഇതൊക്കെ തന്നെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഒക്കെ തന്നെ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ഒക്കെ തന്നെ എന്തിന്റെ യൂണിറ്റ് ആണ്? ഊർജത്തിന്റെ യൂണിറ്റ് ആണ്. സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ്. ഒന്ന് സെൽഷ്യസ്, അടുത്ത ഫാരൻഹീറ്റ്, അടുത്ത കെൽവിൻ. സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ 3 സ്കെയിലുകളിലും ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും താഴ്ന്നത് -273.15 ഡിഗ്രി സെൽഷ്യസ്. ഏറ്റവും താഴ്ന്നതാണ്. -459.69 താഴ്ന്നതാണ്. അതുപോലെ 0 കെൽവിൻ. അപ്പൊ ആദ്യത്തേതാണ് ക്ലിയർ ആയിട്ടുള്ള ആൻസർ എന്ന് നോക്കാട്ടോ. ചലനത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ചലനത്തെ സംബന്ധിച്ച പ്രസ്താവന ഇവയിൽ ശരിയായത് ഏതെന്നാണ് ചോദ്യം. 76ാമത്തെ ചോദ്യത്തില് ശരി ഏതാണ്? പ്രവേഗം 0 ത്വരണം 0 തെറ്റാണ്. സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ ത്വരണം 0. ഇത് ശരിയാണ്. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ദൂരവും സ്ഥാനാന്തരത്തിന്റെ അളവും തുല്യമാണ്. തെറ്റാണ്. അപ്പൊ സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ ത്വരണം 0. ഇതാണ് ചലനത്തെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് എന്ന് ഓർത്തു വെക്കാൻ. പ്രവേഗം 0 ത്വരണവും
പൂജ്യം ആകണം എന്നില്ല കേട്ടോ. പ്രവേഗം പൂജ്യമാകുമ്പോ ത്വരണം പൂജ്യമാകണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുപോലെ സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ ത്വരണം പൂജ്യമാണെന്ന് പറഞ്ഞിട്ടില്ലേ, അതില് എന്താ പറയുന്നത്, പ്രവേഗത്തിന്റെ മാറ്റ നിരക്കാണ് എന്ത് ത്വരണം. അതായത് പ്രവേഗം മാറിയാൽ ത്വരണം ഉണ്ടാകുന്നു, സമപ്രവേഗമാണെങ്കിൽ ത്വരണം പൂജ്യമായിരിക്കും. അതുകൊണ്ടാണ് ഇത് ശരിയാണെന്ന് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം 77. പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു. ഇവയിൽ ശരിയായവ ഏതെല്ലാം? ഏതാണ് ശരിയായവ എന്നാണ് ചോദിക്കുന്നത്. മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത തുല്യമായാൽ ശരിയാണ്. പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ ലംബമായി പതിച്ചാൽ ശരിയാണ്. രണ്ട് മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാങ്കം ആയാൽ ഇതും ശരിയാണ്. ഇത് മൂന്നും ശരിയാണ്. അടുത്ത, ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹത്തിന്റെ സ്ഥിതികോർജം E ആണെങ്കിൽ അതിന്റെ ഗതികോർജവും ആകെ ഊർജവും എത്രയായിരിക്കും? ഗതികോർജവും ആകെ ഊർജവും എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഗതികോർജം -E/2 ആകെ ഊർജം E/2 ആയിരിക്കും കേട്ടോ. അപ്പോ ആൻസർ ബി ആണ് ശരി. ക്ലിയർ ആയോ? ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലിയും. ഈ ആവർത്തന പട്ടികകളുടെ അടിസ്ഥാനം എന്താണ് എന്നാണ് ചോദ്യം. ഏതാണ്? മെൻഡലീഫ് ആറ്റോമിക മാസും മോസ്ലി ആറ്റോമിക നമ്പറും. ശരിയാണ്, ആദ്യത്തെ ആൻസറിന് ശരിയാണ്. ഇനി മറ്റേലേക്ക് നമുക്ക് പോണ്ട. ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടിക മെൻഡലീഫും ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഹെൻറി മോസ്ലിയും. അടുത്ത, താഴെ പറയുന്നവയിൽ ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കിയാൽ ലോഹം വേർതിരിക്കാവുന്നത് എന്നാണ് ചോദ്യം. ഏതിനെയാണ്? സിന്നബാർ. ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാൻ പറ്റുക? സിന്നബാറിനെയാണ്. അപ്പൊ ഇന്നും നമ്മൾ എത്ര ചോദ്യം പഠിച്ചു മക്കളെ? 80 ചോദ്യം പഠിച്ചു കേട്ടോ. അപ്പൊ 80 ചോദ്യം മാത്രമല്ല, 80 ചോദ്യം പഠിച്ചപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ട് എത്രമാത്രം ക്വസ്റ്റ്യൻസ് നമ്മൾ വേറെ പഠിച്ചു. അപ്പൊ 2 ദിവസം കൊണ്ട് അത്രയും മാത്രം എന്താ പറയുന്നത് ക്വസ്റ്റ്യനുകളിലൂടെ നമ്മൾ കടന്നുപോയി. ഇതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോഴുള്ള ഗുണം. അപ്പൊ എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വേഗം പഠിച്ചു തീർത്ത് നിങ്ങൾ ലാസ്റ്റ് ഗ്രേഡിൽ നല്ല മാർക്ക് നേടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും